നിങ്ങളുടെ ഷോൾഡറെ ഇങ്ങനെ റൗണ്ട് ഷോൾഡർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എക്സസൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് മാറിക്കോ, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം നിങ്ങളെ തേടി വരാനുണ്ട്. എന്താ കൈതാ ഇവിടുന്ന് ഇവിടെ വരെ പൊക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റാത്തൊരു വേദന. ഷർട്ട് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേലേന്ന് വലിച്ചിങ്ങനെ എടുക്കാൻ നോക്കുന്ന സമയത്ത്, മുടി ചീവുന്ന സമയത്ത്, തട്ട ശരിയാക്കുന്ന സമയത്ത്, അതേപോലെ ഈ വേദനയുള്ള സൈഡിൽ വെച്ച് കിടന്നു കഴിഞ്ഞാലൊക്കെ വേദന, രാത്രി കിടക്കുന്ന സമയത്തൊക്കെ വേദന അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഷോൾഡർ ഇംപിഞ്ച്മെന്റ് സിൻഡ്രോം ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഷോൾഡർ ഇംപിഞ്ച്മെന്റ് സിൻഡ്രോം എന്താണെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് കണ്ടില്ലേ, ഇതിനാണ് സബ്അക്രോമിയൽ സ്പേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സാണ് കാണുന്നത്. ഇതാണ് സബ്അക്രോമിയൽ ബേഴ്സ, ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ആ മേലെ കാണുന്ന കേട്ടോ നമ്മുടെ റൊട്ടേറ്റർ കഫിലെ സുപ്രാസ്പൈനേറ്റസ് മസിലിൻ്റെ ടെൻഡൻ, അതുപോലെ ബൈസെപ്സിൻ്റെ ലോങ് ഹെഡും അതിലൂടെ പോകുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് ഷോൾഡർ ഇംപിഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു ഷോൾഡർ ഇഞ്ചുറി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എപ്പോഴും ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഷോൾഡർ ഇംപിഞ്ച്മെന്റ് ഉണ്ടാകുന്നത്. തെറ്റിയിരിക്കരുത്. നമ്മുടെ പോസ്റ്റർ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവുന്നത്. നമ്മൾ ഈ ഷോൾഡർ ഇംപിഞ്ച്മെന്റ് ഉള്ള ആളുകളെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അധികം ആളുകളിലും ഷോൾഡർ ഇങ്ങനെ റൗണ്ട് ഷോൾഡർ ആയിരിക്കും. പ്രത്യേകിച്ച് ലേഡീസിലായിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകൾ എന്താ സംഭവിക്കുക, നമ്മുടെ സ്കാപ്പുലാർ മസിൽസ്, അതായത് സ്കാപ്പുലെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മുടെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള പോസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന സ്കാപ്പുലാർ മസിൽസ് എപ്പോഴും ഇവരുടെ വീക്ക് ആയിരിക്കും. അതുപോലെ ഈ ഒരു പൊസിഷനിലാകുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഭാഗത്തുള്ള പെക്ട്രാലിസ് മസിൽസ് ഇതെപ്പോഴും ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്കാപ്പുലയുടെ അലൈൻമെന്റിൽ വരുന്ന പ്രശ്നം തന്നെയാണ് പല ആളുകളിലും കൈ പൊക്കുന്ന സമയത്ത് ഇവിടുന്ന് വേദന അനുഭവപ്പെടാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ എന്താ ചെയ്യുക, പെയിൻ മാനേജ് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഫോർവേഡ് നെക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു, ചെസ്റ്റിന്റെ റൗണ്ട് ഷോൾഡർ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു, സ്കാപ്പുലാർ മസിൽസ് വീക്ക് ആണെങ്കിൽ അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്ത് നിങ്ങളെ പഴയ രീതിയിലേക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഉള്ളിലുള്ള ചില സ്ട്രക്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇംപിഞ്ച്മെന്റ് വന്നിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ചില പ്രൊസീജിയറുകളൊക്കെ വേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ ചെയ്തില്ലെങ്കിൽ കൈ പഴയതുപോലെ ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കണം.